ചെയ്യാൻ പോകുന്നത് കായത്തൊണ്ട് കൊണ്ട് ഒരു തോരനാണ്. ഇത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഇഷ്ടപ്പെടും. നമ്മൾ സാധാരണ കളയുന്ന ഏത്തക്കായുടെ തൊണ്ട്, ചെറുപയർ, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ആദ്യം കായത്തൊണ്ട പൊളിച്ച് വെള്ളത്തിലിടണം, എന്നാൽ മാത്രമേ കറ പോവുള്ളൂ. ചെറുപയറാണെങ്കിൽ കുതിർക്കാനും വെക്കണം. അപ്പോൾ 2-3 മണിക്കൂർ മുന്നെയോ അല്ലെങ്കിൽ രാത്രി മുഴുവനായോ അത് കുതിർക്കാനിടാം. എന്നിട്ട് ആണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പിന്നെ തോരത്തിന് അരയ്ക്കുന്ന പോലെ അരച്ചാൽ മതി, വേറൊന്നും വേണ്ട. അപ്പം നമുക്ക് അത് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതിനായിട്ട് ആദ്യം നമ്മൾ കായയുടെ തൊണ്ടെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ കറ പോവില്ല. പിന്നെ ഇത് എടുക്കുന്നതിന് മുമ്പ് കൈ ഒന്ന് നന്നായിട്ട് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് എടുക്കണം, അല്ലെങ്കിൽ കറ പറ്റും. ഇത് കറുത്ത് പോകാതിരിക്കാനാണ് നമ്മൾ അതിലേക്ക് ഇടുന്നത്. ഏത്തക്കായ എടുത്തിട്ട് നമ്മൾ വരഞ്ഞ് എടുത്ത് തൊലി നീക്കം ചെയ്ത് എടുത്താൽ മതി. പിന്നെ മാക്സിമം നമ്മൾ ഫ്രഷ് തന്നെ എടുക്കാൻ ശ്രമിക്കണം. കാര്യം തൊണ്ട് കറുത്ത് പോയാൽ ബുദ്ധിമുട്ടാണ്. കുറച്ച് ഫ്രഷായിട്ടുള്ള തൊണ്ട് തന്നെ ആയിരിക്കണം അത് എടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തൊണ്ട് മാറ്റിയിട്ട് അരിഞ്ഞെടുക്കാം. മാക്സിമം നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളിത് ചെയ്യും. പയർ കഴിഞ്ഞ കുതിർക്കാനിട്ടത് കുതിർത്തിട്ടുണ്ട്. ഇനി ആദ്യം കടുക് വറുത്ത് പയർ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാം. അപ്പം അതിനായിട്ട് ആദ്യം കടുക് വറുക്കുകയാണ്. ഒരല്പം ഉഴുന്നുപരിപ്പ് കൂടി കടുകിൻ്റെ കൂടെ ചേർക്കണം. അതിനുശേഷം പയറിട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിക്കുക. അത് വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കായയുടെ ഈ തൊണ്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. ഇതധികം സമയം പോണ ജോലിയല്ല, പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം ഒരുപാട് തൊണ്ടുണ്ടെങ്കിൽ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിനെടുത്താൽ മതി. പക്ഷേ ഒരു 2-3 പ്രാവശ്യം കൊണ്ട് പെട്ടെന്ന് എടുത്ത് തീർക്കണം, കാരണം തൊണ്ട് ഫ്രിഡ്ജിലിരുന്ന് അഴുകിപ്പോവും. നമ്മൾ പയറൊക്കെ തോരൻ വയ്ക്കാൻ വേണ്ടി നുറുക്കുന്ന മാതിരി ഇത് വരഞ്ഞ് കീറിയെടുത്തിട്ട് ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. എപ്പോഴും വെളിച്ചെണ്ണ തൂത്തിട്ട് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ കറ പോവില്ല കയ്യിൽ നിന്ന്. അരിഞ്ഞ ഉടനെ ഇതിനെ വെള്ളത്തിലിടണം. എന്നിട്ട് വെള്ളത്തിൽ നിന്നാണ് പിഴിഞ്ഞെടുക്കേണ്ടത്, ഇല്ലെങ്കിൽ കറുത്ത് പോവും നന്നായിട്ട്. നമുക്ക് പയർ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. പയർ ഏകദേശം വെന്ത് വരുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ വറ്റാനുണ്ട്. ആ സമയത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കുക. കാരണം ഈ തൊണ്ട് വേവാനായിട്ട് വലിയ സമയം ആവശ്യമില്ല. അപ്പോൾ പയർ ഒരുപാട് വെള്ളത്തിൽ കിടന്നത് വേവണ്ട. കുറച്ച് വെള്ളം നിൽക്കുമ്പോൾ തന്നെ തൊണ്ടിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് കൂടി നോക്കിയിട്ട് അത് വേവിക്കാൻ വയ്ക്കുക. ആ സമയം കൊണ്ട് തേങ്ങയും ജീരകവും പച്ചമുളക് 2-3 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് തോരത്തിന് ചതയ്ക്കുന്നത് മാതിരി നമുക്ക് ചതച്ച് വയ്ക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി വളരെ നന്നായിട്ട് ആ തൊണ്ട് വെന്തിട്ടുണ്ട്. അതെടുത്ത് നമ്മൾ നോക്കിയാൽ മതി, അറിയാൻ പറ്റും. ഇനി ഇതിലേക്ക് തേങ്ങ അരപ്പിടാൻ, അതിനായിട്ട് നടുക്കൊരു കുഴി ഉണ്ടാക്കി അരപ്പ് അതിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടി തട്ടിപ്പൊത്തി അതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ മതി. എന്നിട്ട് കുറഞ്ഞ തീയിൽ തന്നെ ഇട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് എടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെറിയ തീയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടി അടച്ചിടുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. ഇത് കുഴഞ്ഞു പോകുമൊന്നുമില്ല. പയറിന് നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് പോലെ ഇരിക്കും. ഇത് കട്ടയായിട്ടൊന്നും ഇരിക്കില്ല. നമ്മൾ ചെറുപയർ തോരൻ കഴിക്കുന്ന പോലെ തന്നെ
കഴിക്കാൻ പറ്റും. പക്ഷെ നല്ല വ്യത്യാസമുള്ളൊരു ടേസ്റ്റാണ് അതിന്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കണം. ഇനി അടുത്ത പ്രാവശ്യം പുതിയൊരു ഡിഷുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.